കടലിനെ ഉപയോഗപ്പെടുത്തി 3 തരത്തിലുള്ള ടൂറിസം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഒന്ന് നമ്മൾ കാണുന്നത് മറൈൻ ബ്രാൻഡിങ് ചെയ്യാം. അപ്പോൾ ഈ മറൈൻ ബ്രാൻഡിങ് ചെയ്യുമ്പോൾ ക്ലാസിഫിക്കേഷൻ വരും, നമുക്ക് സേഫ്റ്റി ഉണ്ടാവും, വരുന്നവർക്ക് വിശ്വാസവും വേണം. അതായത് വരുന്ന ആളുകൾ ഇവിടേക്ക് കേരളത്തെ ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കേരളത്തിൽ വന്ന് എന്തെങ്കിലും അഡ്വഞ്ചർ ചെയ്യുന്ന സമയത്ത് അപകടം പറ്റിയാൽ രക്ഷിക്കാനൊരു ഗവൺമെൻറ് ഉണ്ടെന്നും അതിനൊരു സേഫ്റ്റി മെഷർ ഉണ്ടെന്നും ഞങ്ങളുടെ ജീവൻ സുരക്ഷിതമാണെന്ന് വിചാരിച്ചാലാണ് ലോകം ഇവിടേക്ക് എത്തുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത. റിലീജിയസ് ടൂറിസം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റും, നമ്മുടെ ക്രൈസ്തവ വിശ്വാസം കേരളത്തിൽ പഴയ കാലഘട്ടം മുതൽ വന്നപ്പോൾ ഉണ്ടായിരുന്നതാണ് പാലയൂർ പള്ളി. ഇപ്പോൾ നമ്മളുടെ യാത്ര വലിയ യാത്രയുടെ ആളാണ് ഞാനിപ്പോൾ ഇത് പറയണമെന്നല്ല, ആലപ്പുഴ ജില്ലയിൽ പോലും നല്ല ധാരാളം ചരിത്രം പറയുന്ന പള്ളികൾ മലയാറ്റൂരിൽ ഒരു പള്ളിയുണ്ട്, അതൊരു വലിയ ഇതാണ്. ചെങ്ങന്നൂരിൽ ഒരു പഴയ സുറിയാനി പള്ളിയുണ്ട്. പിന്നെ കൊടുങ്ങല്ലൂരിൽ നമുക്ക് ചേരമൻ മസ്ജിദ് ഉണ്ട്. അതേപോലെ മാലിക് ദിനാറിൻ്റെ പള്ളി കാസർഗോഡുണ്ട്. താഴത്തങ്ങാടി ജുമാ മസ്ജിദ് കോട്ടയത്തുണ്ട്. അപ്പോൾ അമ്പലങ്ങളെക്കുറിച്ച് പറയേ വേണ്ട, അതിപുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. മമ്പറം പള്ളിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഇഷ്ടപ്പെടുന്ന, അതിനുവേണ്ടി എത്ര പണം മുടക്കാൻ തയ്യാറുള്ളവർ ലോകത്തുണ്ട്. അപ്പോൾ ഇവരെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളെ ഒരു സർക്യൂട്ട് ഉണ്ടാക്കിക്കൂടെ എന്നുള്ള ഒരു ചിന്തയും അതിൽ നിന്നൊരു വികസന രേഖയും